ഹായ് എല്ലാവർക്കും ലേണേഴ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. SSLC ഫിസിക്സിലെ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് കുഞ്ഞി ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. രണ്ട് ചെറിയ ടോപ്പിക്കുകളാണെങ്കിൽ പോലും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്നാമത്തത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ക്ലാസ്. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കും? റെസൊണൻസിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഫോഴ്സ്ഡ് വൈബ്രേഷനും പഠിക്കും, അതുപോലെ തന്നെ റെസൊണൻസും പഠിച്ചിരിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മക്കളെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഞാൻ ഈ വാക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് ഞാൻ ഇവിടെ എഴുതാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതായത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഫോഴ്സ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന വൈബ്രേഷൻ. വെരി ഗുഡ്, അത് തന്നെയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോഴുണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ആണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഏതോ ഒരു ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻ ആണ്. ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പുറത്തുനിന്നുള്ള ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വസ്തുവിൽ വൈബ്രേഷൻ ഉണ്ടാക്കുകയാണ്. മനസ്സിലാവാത്തവരുണ്ടാവും, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലും ഒരു എന്തുണ്ട്? ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. നിങ്ങൾ ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. ഇത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യാണ്? ഇതിനടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഉറപ്പായിട്ടും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ശരിയല്ലേടാ? എടാ, നിങ്ങളുടെ ഓൾറെഡി വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷനുള്ള സാധനം ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ എൻ്റെ ട്യൂണിംഗ് ഫോർക്കും വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, നിങ്ങളുടെ ട്യൂണിംഗ് ഫോർക്കും വൈബ്രേറ്റ് ചെയ്തു, എൻ്റെ ട്യൂണിംഗ് ഫോർക്കും വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പുതിയ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചപ്പോൾ അല്ലെ, പുതിയതായിട്ട് പുറത്തുനിന്നുള്ള ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്തുള്ള ഒബ്ജക്റ്റും വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ എന്ത് പഠിക്കണം നിങ്ങൾ? സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ആ ഒരു യെല്ലോ ബോക്സ് നോക്കി പഠിക്കുക. ബൈ ഹാർട്ട് പഠിച്ചു വെക്കാതെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫിഗർ 1.5a എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ടേബിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ അധികം ഹാക്സോ ബ്ലേഡ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം എടുത്ത ഹാക്സോ ബ്ലേഡിൻ്റെ ഹൈറ്റ് ഇത്രയായിരുന്നു. രണ്ടാമത് എടുത്ത ഹാക്സോ ബ്ലേഡിൻ്റെ ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് എടുത്തത്. മൂന്നാമത് എടുത്ത ഹാക്സോ ബ്ലേഡിന്റെ ഹൈറ്റ് ഇത്ര തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, റെഡിന്റെ ഹൈറ്റ് സെയിം തന്നെയാണ്. നാലാമത് എടുത്ത ഹാക്സോ ബ്ലേഡ് ഈ പറഞ്ഞ ബ്ലൂവിന്റെ ആ ഒരു സൈസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. പേര് ഞാൻ കൊടുക്കുന്നത് ABCD എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മക്കളെ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ചെയ്യുന്ന പരിപാടി ഞാൻ എനെ വൈബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, എനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഈ വൈബ്രേഷൻ ഈ ഒരു ടേബിളിലേക്ക് പോകും. ശരിയല്ലേ? എനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ടേബിളിലേക്കും വൈബ്രേഷൻ പോകും. ഈ വൈബ്രേഷൻ തന്നെ എവിടേക്കും വരും? ബിയിലേക്കും വരും, അതുപോലെ തന്നെ സിയിലേക്കും വരും, അതുപോലെ തന്നെ ആർക്കും കിട്ടോടാ? ഡിയിലേക്കും വരുന്നതായിരിക്കും. ഓക്കെ, എനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും, ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബിയും വൈബ്രേറ്റ് ചെയ്യും, സിയും വൈബ്രേറ്റ് ചെയ്യും, ഡിയും വൈബ്രേറ്റ് ചെയ്യും. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എയുടെ സൗണ്ടും സിയുടെ സൗണ്ടും കുറച്ച് ലൗഡറായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിന് കാരണം ഈ റെസൊണൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, റെസൊണൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ്. ഓക്കെ, അപ്പൊ റെസൊണൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ എയുടെ സൗണ്ടും സിയുടെ സൗണ്ടും കുറച്ചും കൂടിയും ലൗഡറായിട്ട് വരാൻ കാരണം. നമുക്ക് പഠിക്കാം എന്താണ് റെസൊണൻസ് എന്നുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറഞ്ഞ എക്സ്പെരിമെന്റ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്തു? എനെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ടേബിൾ വൈബ്രേറ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ബി വൈബ്രേറ്റ് ചെയ്തു, സി വൈബ്രേറ്റ് ചെയ്തു, ഡി വൈബ്രേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ എയും സിയും എന്ത് ചെയ്തു? കുറച്ചും കൂടി നല്ല സൗണ്ടിൽ വൈബ്രേറ്റ് ചെയ്തു. ഓക്കെ, നല്ല ലൗഡറായിട്ട് വൈബ്രേറ്റ് ചെയ്തു. ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ നിങ്ങൾ പറഞ്ഞേ, ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എക്സൈറ്റ് ദ ആക്സോ ബ്ലേഡ് എ
അല്ലെ. എ എന്ന് പറയുന്ന എക്സോബ്ലേഡ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ഫുള്ള് വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ബി വൈബ്രേറ്റ് ചെയ്യും, സി വൈബ്രേറ്റ് ചെയ്യും, ഡി വൈബ്രേറ്റ് ചെയ്യും, ഇയും വൈബ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എഫും വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ചോദ്യം എന്താ, വാട്ട് ഡു യു ഒബ്സർവ്, നിങ്ങൾ എന്താണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്? ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് ആണോ, ഓൺലി എ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ? ഉറപ്പായിട്ടും എന്തെല്ലാം വൈബ്രേറ്റ് ചെയ്യും അല്ലേ. കാരണം നിങ്ങൾക്കറിയാം എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ അടിഭാഗം വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ബിയും സിയും ഡിയും ഇയും എഫും ഒക്കെ തന്നെ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് അല്ലെ, എല്ലാ ബ്ലേഡുകളും എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. യെസ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മക്കളെ? രണ്ടാമത്തെ ചോദ്യം, ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാതും സെയിം ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഞാനിവിടെ അടുത്ത സ്ലൈഡ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം അല്ലേ, ഇവിടെ എ വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡും സി വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡും സെയിം ആണ്. എന്താ ഞാൻ പറഞ്ഞത്? എയും സിയും എന്താണ്, സെയിം ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ബി വൈബ്രേറ്റ് ചെയ്യുന്നതും ഡി വൈബ്രേറ്റ് ചെയ്യുന്നതും എന്താണ്, സെയിം ആംപ്ലിറ്റ്യൂഡിലാണ്. എയുടെ ആംപ്ലിറ്റ്യൂഡും സിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കി നോക്കിയേ. യെസ്. ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എയുടെ ആംപ്ലിറ്റ്യൂഡും സിയുടെ ആംപ്ലിറ്റ്യൂഡും ഇയുടെ ആംപ്ലിറ്റ്യൂഡും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ നമുക്കറിയാം എയുടെയും ബിയുടെയും എന്തല്ല, സെയിം അല്ല. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇപ്പൊ എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്? യെസ്, ഇവിടെ എന്തല്ല, സെയിം അല്ല അല്ലെ, നോട്ട് സെയിം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, നോട്ട് സെയിം. റെഡി ആണല്ലോ. യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ ഓൾറെഡി റെസൊണൻസ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കണം. ഈ ഫിനോമിനൻ മനസ്സിലാക്കിയെടുക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ. അതായത് ഫോഴ്സ് കൊടുക്കുന്ന ഒബ്ജക്റ്റും ഫോഴ്സ് കിട്ടുന്ന ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ, എന്താ ഞാൻ പറഞ്ഞത്, ഫോഴ്സ് കൊടുക്കുന്നതും ഫോഴ്സ് കിട്ടുന്നതും ആയ സംഭവങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ ദ ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. അതായത് ആ രണ്ട് വസ്തുക്കളും എന്തിലായിരിക്കും, റെസൊണൻസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുക്കളും നല്ല സൗണ്ടിൽ തന്നെ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നല്ല മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനിയും മനസ്സിലാവാത്തവരുണ്ടാവും, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ വരച്ച ആ ഹെക്സോബ്ലേഡിന്റെ കേസ് എടുക്കാതെ ഞാൻ വേറൊരു കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അതായത് ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഏതാണ്, 512 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക ഇതിന്റെ ഫ്രീക്വൻസി. ഓക്കെ. അപ്പൊ ഞാനിത് 512 ആണ് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. യെസ്. ഇതുപോലെ തന്നെ മറ്റൊരു ട്യൂണിംഗ് ഫോർക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഞാൻ എന്ത് ചെയ്യാണ്, യെസ്, ഇത് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെയും ഫ്രീക്വൻസി എത്ര തന്നെയാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും, 512 ഹെർട്സ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ കയ്യിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി 512 ആണ്. മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് അടുത്തുണ്ട്, അതിൻ്റെയും വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 512 ആണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് എന്ത് ചെയ്യുന്നു, അടുത്തേക്ക് കൊണ്ടുവരുന്നു അല്ലേ. ഇത് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അല്ലേ, സ്വാഭാവികമായിട്ടും അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് കൂടി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു 512 ഹെർട്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി എന്താ സംഭവിക്കുക, ഈ 512 ആർക്ക് കൂടി കിട്ടും, യെസ്, ഈ പറഞ്ഞ ഇതിന് കൂടി കിട്ടും അല്ലേ. അതായത് ഈ പറഞ്ഞ രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്കിന് കിട്ടും, ഞാൻ ഈ കാണിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന് കിട്ടും. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൽ അല്ലെ, ബ്ലാക്ക് കൊണ്ട് എഴുതിയിട്ടുള്ള ട്യൂണിംഗ് ഫോർക്കിൽ ഓൾറെഡി 512 ഹെർട്സ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. നാച്ചുറൽ ഫ്രീക്വൻസി ഓൾറെഡി 512 ഉണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള ആ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ 512 കൂടി കിട്ടും. മനസ്സിലായോ മക്കളെ? യെസ്. അതായത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും 512 ഓൾറെഡി അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള 512 കൂടി കിട്ടുമ്പോൾ അവിടെ നല്ല മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഈ പറഞ്ഞ റെസൊണൻസ് നടക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ അതാണ് ആക്ച്വലി റെസൊണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് റെസൊണൻസ്? നിങ്ങൾ ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ലെ, ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും ഫോഴ്സ് കൊടുക്കുന്ന ഒബ്ജക്റ്റും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം.
ചെയ്യണം? നിങ്ങളിവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇതിൻ്റെ ഫ്രീക്വൻസിയും 512, ഇതിൻ്റെ ഫ്രീക്വൻസിയും 512. അപ്പോൾ രണ്ടിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി 512 ആണെങ്കിൽ അവ എന്ത് ചെയ്യും? യെസ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസൊണൻസ് എന്ന് പറയുക. മനസ്സിലാക്കി പഠിക്കണം മക്കളെ, കുറച്ച് ടഫാണ്, കൃത്യമായിട്ട് മനസ്സിലായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ടൊക്കെ പഠിച്ചു വെക്കുന്നവരുണ്ട്, നല്ലതാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് പിന്നിലുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോഴ്സിങ് ഒബ്ജക്റ്റിൻ്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ പറയും റെസൊണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ റെസൊണൻസ് ആണെങ്കിൽ അവരെന്ത് സംഭവിക്കും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്താടാ ഈ ചോദ്യത്തിൽ അവർ ചോദിച്ചിരിക്കുന്നു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും കിട്ടാൻ? നമ്മൾ ഓൾറെഡി 512 എവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക? എയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയുടെ ഫ്രീക്വൻസി തന്നെയാണ് സിയുടെ ഫ്രീക്വൻസി അല്ലേ? അത് തന്നെയാണ് ഇയുടെ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ എയുടെ വൈബ്രേഷനും സിയുടെ വൈബ്രേഷനും ഇയുടെ വൈബ്രേഷൻ എന്തിലായിരിക്കും? യെസ്, ഉറപ്പായിട്ടും റെസൊണൻസിലായിരിക്കും. ഉറപ്പല്ലടാ? യെസ്, ഉറപ്പായിട്ടും എന്തായിരിക്കും? റെസൊണൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്നത് മറ്റൊരിടത്തുമല്ല. ഇതിലൊക്കെയാണ് എയിലുണ്ടാകും, സിയിലുണ്ടാവും, ഇയിലുണ്ടാവും. ഓക്കെ, എയിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്? വൈബ്രേഷൻ കൊടുത്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, എഴുതണ്ടെങ്കിൽ എഴുതണ്ട. ഓക്കെ, അപ്പോൾ സിയും ഇയും എന്തായാലും എന്തുണ്ട്? നല്ല വൈബ്രേഷൻസ് ഉണ്ട്, നല്ല ആംപ്ലിറ്റ്യൂഡിലായിരിക്കും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദം വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? അത് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയതാണ്. അതിപ്പോൾ എന്ത് ചെയ്യാം? യെസ്, ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്പ്ഡ് വൈബ്രേറ്റിംഗ്. ബ്ലേഡുകൾ വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്താൽ എക്സൈറ്റ് ബി. ആ ചോദ്യം ശ്രദ്ധിക്കണേ. ഇവിടെ വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ബീനെ എക്സൈറ്റ് ചെയ്തു. അതായത് ബീനെ എന്ത് ചെയ്തു? യെസ്, ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? എല്ലാതും വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ബിയുടെ ഫ്രീക്വൻസി തന്നെയാണ് ആർക്കുള്ളത്? ഡിക്കും എഫിനും ഉള്ളത് അല്ലേ? കാരണം ഇവിടെ സെയിം ലെങ്ത് ഒക്കെയാണ് അവർ കൊടുത്തിട്ടുണ്ട് മുമ്പേ, സെയിം ഫ്രീക്വൻസിയാണ്. അപ്പോൾ ബിയും ഡിയും എഫും എന്തിലായിട്ട് പ്രവർത്തിക്കും? യെസ്, റെസൊണൻസിലായിട്ട് പ്രവർത്തിക്കും. കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ. അതായത് ഞാനിവിടെ എന്താ പറഞ്ഞേ? ബി വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ആരൊക്കെ വൈബ്രേറ്റ് ചെയ്യും? ഡിയും വൈബ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എഫും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് റെസൊണൻസ്? ബീനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ബി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് റെസൊണൻസ്? ഡിയും റെസൊണൻസിലാണ്, അതുപോലെ തന്നെ എഫും റെസൊണൻസിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്? ബിയും ഡിയും എഫും എന്തിലാണ്? റെസൊണൻസിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, റെസൊണൻസിലാണെന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വെൻ ബ്ലേഡ് എ വൈബ്രേറ്റ്സ് വൈ വുഡ് ദ ഹാക്സോ ബ്ലേഡ് സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? അതിന് കാരണം നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ? എ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അതിന് കാരണമാണ് എന്ത് മക്കളെ? റെസൊണൻസ് അല്ലെ? റെസൊണൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെസൊണൻസ് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റെസൊണൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒന്നും നോക്കണ്ട മക്കളെ, ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന ക്വസ്റ്റ്യനിലുണ്ടോ? അത് റെസൊണൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, യെല്ലോ ബോക്സിലൊന്നല്ല, സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 256 ഹേർട്സ്, 256 ഹേർട്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ എയർ അറൗണ്ട് ഇറ്റ് ആൻഡ് ദ ഇയർ ഡ്രം ഓഫ് ദ പേഴ്സൺ ഹിയറിംഗ് ദ സൗണ്ട് വൈബ്രേറ്റ് 256 ടൈംസ് പെർ സെക്കൻഡ്. അതായത് മക്കളെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തു. ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി 256 ആണെങ്കിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം തൊട്ടടുത്തുള്ള എയറും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ ചെവിയുടെ ഇയർ ഡ്രമ്മും അല്ലേ? ഈ രണ്ട് സാധനങ്ങളും ഏതിൽ തന്നെയായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? 256 തന്നെയായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ഓക്കെ, പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? 256 വൈബ്രേഷൻസ് നമ്മുടെ ഒരു എയർ മോളിക്യൂൾസും അതുപോലെ തന്നെ ഇയർ ഡ്രമ്മും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു സെക്കൻഡിൽ 256 ടൈംസ് ആയിരിക്കും വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി 256 ആണെങ്കിൽ തൊട്ടടുത്തുള്ള എയർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതും എത്ര ടൈംസ് ആയിരിക്കും? 256 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഇനി അതിന് പകരം ഈ പറഞ്ഞ 256 പകരം നമുക്കൊരു 512 ആണ് ഈ പറഞ്ഞ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ നിങ്ങൾക്കറിയാം എയർ വൈബ്രേറ്റ് ചെയ്യുന്ന എത്രയിൽ തന്നെ ആയിരിക്കും ഇവിടെ? യെസ്, 512 ടൈംസ് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? 512 തവണ വൈബ്രേറ്റ് ചെയ്യും.
ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അതാണ് ആ ഒരു ചെറിയ കാര്യം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ, ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇനി ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്, ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ പഠിക്കണം. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്നും പഠിക്കണം, റെസണൻസ് എന്താണെന്നും പഠിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷനും കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കഴിഞ്ഞ തവണ 9ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സൗണ്ട് എന്ന ചാപ്റ്ററിൽ ആപ്ലിക്കേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ ഇത്തവണയും ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെയും റെസണൻസിൻ്റെയും എന്ത് പഠിക്കണം, ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഏതെങ്കിലും 4 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ MRI സ്കാനിങ് ആണ്. നിങ്ങൾക്കറിയാം ട്രീറ്റ്മെൻറ്റിനാണ് MRI സ്കാനിങ്. അവിടെ എന്ത് ഉപയോഗിക്കും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ റേഡിയോ ട്യൂണിങ് അല്ലെ, റേഡിയോ ട്യൂണിങ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയും എന്ത് ഉപയോഗിക്കും, ഈ പറഞ്ഞ റെസണൻസ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഏതാണ്, ഗിത്താർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം എന്ന പോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെതോസ്കോപ്പ്, ഇങ്ങനെ കുഞ്ഞു വാക്കുകൾ മാത്രമേ നിങ്ങൾ പഠിച്ചു വെക്കുള്ളൂ. MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഗിത്താർ, വയലിൻ, അത്ര പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റെതോസ്കോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ റെസണൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മെഗാഫോൺ, ഹോൺ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അതിന് മനസ്സിലാക്കാനൊന്നുമില്ല, അത് നിങ്ങൾ ബൈ ഹാർട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ. യെസ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ദ ഫ്രീക്വൻസി ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. ഓക്കെ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 Hz ആണ്. ദെൻ വാട്ട് ഈസ് ദ പീരീഡ്, ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ കണ്ട മക്കൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ, F=1/T എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിരുന്നു, ശരിയല്ലേടാ? യെസ്. ഇവിടെ നമുക്ക് F തന്നിട്ടുണ്ട്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, T ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇക്വേഷൻ ഒന്ന് തിരിച്ചോ. യെസ്. തിരിക്കുന്ന സമയത്ത് T=1/F എന്ന് കിട്ടും അല്ലേ ഇക്വേഷൻ. യെസ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, T=1/F പകരം എന്ത് ചെയ്യണം, 1/1 എന്ന് കൊടുക്കണം. അപ്പോൾ 1/1 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, 1/1 എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും, ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്, 1 സെക്കൻഡ് ആണ് കേട്ടോ, 1 സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. യെസ്, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ്, അതായത് അവിടെ സമയമാണ് നൽകിയിരിക്കുന്നത് അല്ലേ, 0.5 സെക്കൻഡ് എടുക്കും ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, ഒരു ഓസിലേഷന് വേണ്ടി 0.5 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്താണ്, നമ്മൾ ആ റിലേഷൻ പഠിച്ചു കഴിഞ്ഞു, F=1/T അല്ലേ. ഇവിടെ 1/, എന്ന് പറയുന്നത് 1/Tക്ക് പകരം നമ്മൾ ഇനി എന്ത് ചെയ്യണം, അവിടെ T ആണ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്, Tക്ക് പകരം 0.5 കൊടുക്കുക. അപ്പോൾ 0.5. അപ്പോൾ 1/0.5 എന്ന് പറയുന്നത്, ഞാനിത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 1/1/2. ഓക്കെ, 1/1/2. ഈ 1/2ൽ /2 ആണ് അല്ലേ, അതായത് ഏറ്റവും താഴെയാണ് അത് കിടക്കണേ. അപ്പോൾ അത് കിടക്കുമ്പോൾ അത് ഏറ്റവും മേലേക്ക് പോകും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചെറിയ പിള്ളേരൊന്നും അല്ല, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. 1 × 2 ദാറ്റ് ഈസ് 2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? യെസ്, 2 എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഫ്രീക്വൻസി നമുക്ക് കിട്ടുക. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഈ ഒരു റിലേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, F=1/T. അത് വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടും, ഫ്രീക്വൻസി 2 Hz എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്, ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടോ, ഈ 1/0.5 ഇല്ല അല്ലേ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. 1/1/2 എന്ന് പറയുമ്പോൾ ഈ 2 എന്ത് ചെയ്യും, മേലേക്ക് പോവും. മേലേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പോകും. അതാണ് 1 × 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലാത്തവർ ഒന്നും കൂടി 10 സെക്കൻഡ് പുറകിലേക്ക് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz, 512 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് അല്ലേ, ഫ്രീക്വൻസി 512 ആണ്. ഈസ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു എന്ന്. ആൻഡ് ഇറ്റ്സ് സ്റ്റെം ഈസ് പ്രസ്ഡ് ഓൺ എ ടേബിൾ, എന്നിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗം ടേബിളിലേക്ക് പ്രസ് ചെയ്തു. ഡസ് ദ ടേബിൾ വൈബ്രേറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? മക്കളെ, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന കേസാണ്. ഒരു ടേബിൾ ഉണ്ട്, ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുന്നു, യെസ്, ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്റ്റെമ്മ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഇത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ 512 Hz വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത്
അല്ലേ? അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്കറിയാം ഈ 512 തന്നെ എവിടേക്കും കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ 512 ഓൾറെഡി ഉണ്ട് ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൽ. ഈ 512 എവിടേക്ക് പോയിട്ടുണ്ട്? ടേബിളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ടേബിളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ടേബിളും എന്ത് ചെയ്തിട്ടുണ്ടാവണം? വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ടേബിൾ ഓൾസോ വൈബ്രേറ്റ്സ് അല്ലേ? ടേബിൾ ഓൾസോ വൈബ്രേറ്റ്. ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഫിനോമിനൻ നോൺ ആസ്? ഈ ഒരു ഫിനോമിനെ നമ്മൾ എന്താ പറയുക? റെസൊണൻസ് എന്നാണോ പറയുക? അല്ല, എന്താ പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കാരണം എന്താണ് മക്കളെ? ഇതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? മറ്റൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്തത്. ശരിയല്ലേ? ഇതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു 512. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ടേബിളും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേര് റെസൊണൻസ് എന്നല്ല, പകരം എന്താ പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാ പറയുക. ഒരിക്കലും നിങ്ങൾ റെസൊണൻസ് ഒന്നും എഴുതി വെക്കരുത്. റെസൊണൻസ് അല്ല, ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ പറയുന്ന പേര്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം ചെറിയൊരു വീഡിയോ ആണ്, എങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു കൺസെപ്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആക്കി മുമ്പോട്ട് പോവുക. കൂടുതൽ ചോദ്യങ്ങൾക്കും കൂടുതൽ ക്ലാസ്സുകൾക്കുമായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം. കൂടുതൽ കുട്ടികളിലേക്ക് നിങ്ങൾ ഈ ചാനൽ എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. തേർഡ് പാർട്ടായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. സോ താങ്ക് യു, ബൈ.